ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അതിരിക്ക് 1ാം ക്ലാസ്സിൽ ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ട്. മുട്ടത്തോടിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ടാക്കിയതാണ് കേട്ടോ ഇതെല്ലാം. ഇതെന്താണെന്ന് പറയണം കേട്ടോ കമൻറ്റിലൂടെ. അപ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്കത് മനസ്സിലായോ എന്ന്. ഇത് വളരെ എളുപ്പത്തിൽ വേഗം കഴിയും കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതിയാവുന്നു. പിന്നെ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ 3 ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് അപ്പോൾ ഓരോന്നും ഉണ്ടാക്കിയപ്പോൾ അതിരിക്കും ഇഷ്ടമായി. അതിരിയും പറഞ്ഞു കേട്ടോ, അവൻ ഐഡൻറ്റിഫൈ ചെയ്തു. കുട്ടികളെയും കാണിച്ചു കൊടുത്തോ, ഇത് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഇത് എന്താണെന്നൊന്ന് ചോദിച്ചു. അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ക്ലിയറാണെന്ന് മനസ്സിലാവുമല്ലോ. പിന്നെ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാറുണ്ട് കേട്ടോ. മുട്ടത്തോടുണ്ട്, പിന്നെ മുട്ടത്തോടിൻ്റെ ഇതൊന്ന് ലിക്വിഡ് ഇട്ട് ഹാൻഡ് വാഷ് ഒഴിച്ചിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ കളഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഈ ഫാബ്രിക് പെയിൻറ്റും ബ്രഷും, പിന്നെ വേറെ ഒന്നും വേണ്ട. പിന്നെ കോമൺ ആയിട്ടുള്ള കളറുകൾ തന്നെയാണല്ലോ ഇതിന് ആവശ്യമുണ്ടായത് കേട്ടോ. ഇതാദ്യം ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറയണേ. വേഗം തന്നെ ഇത് ഉണങ്ങണമുണ്ട്, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യണ്ട, വളരെ പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷേ അതിന് മുന്നേ ഒരു ദിവസം അതിരിയുടെ ഈ നമ്മുടെ തീപ്പെട്ടി കൊള്ളിയും കൊണ്ട് വീടുണ്ടാക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം സമയം എടുത്തിരുന്നു എനിക്ക് രാത്രി ചെയ്യുമ്പോൾ. ഇതെന്ന് വെച്ചാൽ വളരെ കുറച്ച് സമയം എടുത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് ആയി. പിന്നെ ഇത് ക്വാണ്ടിറ്റി കുറച്ചല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഇതാവും, പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിയും വരും. അപ്പോൾ നമുക്ക് വേഗം ചെയ്ത് തരും. ഇതന്നെ അത്ര കണ്ട് സ്പീഡിലും ചെയ്യാട്ടെ, നല്ല സ്മൂത്തായിട്ട് മുട്ടത്തുള്ളൂ. ഞാൻ വിചാരിച്ചത് എങ്ങനെയായിരിക്കും ഇത് സ്പീഡിൽ ചെയ്ത് തീരുമെന്നൊക്കെ എനിക്ക് ആദ്യം ഇതുണ്ടാവുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തുടങ്ങി. നേരത്തെ എന്ന് വെച്ചാൽ അവനെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ ഇരുന്നു, രാത്രിയിലേക്ക് വെച്ചില്ല. പക്ഷെ അത് അപ്പം തന്നെ കഴിച്ചു. ഭക്ഷണം കഴിക്കണേക്കാൾ മുന്നേ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ തേച്ച് തീർന്നു. അരമണിക്കൂറൊന്നും വേണ്ടി വന്നില്ല ഇത് ചെയ്യാൻ, വളരെ പെട്ടെന്ന്. അതായത് 3 എണ്ണം ചെയ്യാൻ തന്നെ വളരെ പെട്ടെന്ന്. ആ പെയിൻ്റൊക്കെ പെട്ടെന്നാണ് ഉണങ്ങണത് ഈ മുട്ടത്തോടിൽ ചെയ്തതില്ലേ. ഓരോന്നും ചെയ്യുമ്പോഴും എനിക്കും ഭയങ്കര എൻജോയ്മെൻ്റ് ആണെന്നു കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും ആസ്വദിച്ച് ചെയ്യാറുന്നു. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ആക്ടിവിറ്റി വന്നപ്പോൾ ഒന്ന് ചെയ്ത് നോക്കി, അപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ ഓരോന്നും ചെയ്യുമ്പോൾ അടുത്തത് ഇനിയും മുട്ടത്തോടുണ്ടെങ്കിൽ ഞാൻ ഇനിയും ചെയ്ത് തന്നെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഓരോന്നും ചെയ്യാൻ ഇഷ്ടമായിട്ട് ടീച്ചർ ഒരെണ്ണം മതിയെന്ന് പറഞ്ഞു. എന്നാലും എനിക്കത് ചെയ്യാൻ എന്താ വെച്ചാൽ സിമ്പിളായിട്ട് വേഗം കഴിയണം. ചെയ്യണതും നല്ല നമുക്കിഷ്ടമാവണ കണക്കിന് ക്യൂട്ടായിട്ട് നമുക്കിങ്ങനെ കയ്യിൽ താലോലിക്കാൻ തോന്നില്ലേ, ആ കണക്കിനാണ് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ. അതുകൊണ്ട് അത് നമ്മളിങ്ങനെ ശരിക്കും അതിനെ നല്ല ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയിട്ടത് ചെയ്യുമ്പോൾ. അപ്പോൾ 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിക്കോട്ടെ. വളരെ എളുപ്പമാണ്. മുട്ടത്തോടുള്ള നമ്മൾ വിചാരിക്കും മുട്ടത്തോട് പൊട്ട്, പക്ഷെ അത് നമ്മുടെ കയ്യിൽ സ്മൂത്തായിട്ട് തന്നെ ചെയ്ത് നമുക്കത് മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. അതിരിക്കും ഇഷ്ടമാണ്. അതിരി അപ്പം എൻ്റെ അടുത്ത് ഇപ്പുറത്തിരുന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ അവൻ ബുക്കിൽ ഈ ചിത്രം വരച്ചിട്ട് അതിൽ പെയിൻ്റ് അടിക്കുക. പെയിൻ്റൊന്നും ഞാൻ അധികം കൊടുക്കാറില്ല അവന്. എന്താ വെച്ചാൽ ഇങ്ങനെ കളറൊക്കെ അവിടെയൊക്കെ ആക്കുന്നതിനുണ്ട്. അപ്പം ഞാനിപ്പോൾ ചെയ്യണപ്പോൾ അവന് സ്വാതന്ത്ര്യമായി. എന്താ വെച്ചാൽ ഇത് കിട്ടിയല്ലോ, അപ്പോൾ അവൻ അവിടെ ഇരുന്ന് വേറെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണാട്ടോ അവനത് ചെയ്യണത്. അവൻ ആ ഓരോ പെയിൻ്റ് എടുത്തൊക്കെ മിക്സ് ചെയ്ത് ആ വെള്ളം ഗ്ലാസ്സിലുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്ത്, എന്താ വെച്ചാൽ ഞാനിതിൽ ശ്രദ്ധിക്കണതുകൊണ്ട് അവനെ ശ്രദ്ധിക്കണില്ലല്ലോ. അപ്പോൾ അവൻ്റേതായ കലാവിരുദ്ധ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും കൊടുക്കാറില്ല. പക്ഷെ അവൻ വലിയ കുഴപ്പമില്ലാണ്ട് അത്ര കഴിക്കാലും പുറമേലേക്ക് നമ്മളെ ഇതിപ്പോൾ ഇത് ചെയ്യണേൽ ശല്യം ചെയ്യാനോ ഒന്നും വന്നില്ല കേട്ടോ. അവനിത് ഞാൻ ചെയ്തോട്ടെ എന്നുള്ള മട്ടിൽ കൃത്യമായിട്ട് ചെയ്തോട്ടെ. എൻ്റെ ഓരോന്നും പേര് പറയണ്ടാവുന്നു. ഇതെന്താ ഇതിങ്ങനെ, ഇനി എനിക്ക് ഒരെണ്ണം കൂടി ചെയ്യണം തീറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നും ചെയ്യണ കാര്യം പറയായിരുന്നു. വേറെ ഒരെണ്ണം കൂടി വേണമെന്ന്. അപ്പോൾ ഞാൻ ഇത്രേ ഉള്ളൂ മുട്ട, ഇനി നമുക്ക് വേറൊരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ നിർത്തിയത്. അങ്ങനെ നല്ല ഇഷ്ടപ്പെട്ട് ചെയ്ത ക്രാഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ 1ാം ക്ലാസ്സിലെങ്ങാനും ഉണ്ടാവും. ആക്ടിവിറ്റി എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. എന്താ വെച്ചാൽ അതിൽ ആ പേജിൽ തന്നെ, ആക്ടിവിറ്റി പേജിൽ തന്നെ ഇത് ചെയ്യണ കാര്യങ്ങളാണ്, പല മോഡലിലും ചെയ്യണത്. അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതുപോലെ ക്രാഫ്റ്റ് വർക്കുകൾ ഇനിയും ഉണ്ടാവും. എന്താ വെച്ചാൽ ഇവൻ സ്കൂളിൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇനി അതൊക്കെ വീഡിയോ ആയിട്ട് ഇടാം. വീഡിയോ ഇട്ടാൻ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാം. എന്താ വെച്ചാൽ കഴിഞ്ഞ തീപ്പെട്ടി കൊള്ളിയുടെ വീടുണ്ടാക്കിയത് എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ചെയ്യാൻ ഞാൻ രാത്രി ആയതുകൊണ്ട് ഒന്നുകൂടി ടയർഡായിപ്പോയി.
അപ്പോൾ ചെയ്യാനൊരു ഉഷാറുണ്ടായിരുന്നില്ല. ചെയ്ത് എങ്ങനെയെങ്കിലും തീർത്ത് കിടന്നുറങ്ങണം എന്നുള്ള മട്ടിലാണ് വീഡിയോ ആയിട്ടിരുന്നത്. പിന്നെയാണെങ്കിൽ ഇടാറുന്നു എന്ന് വിചാരിച്ചത്. ജസ്റ്റ് നമ്മൾ അത്രയും കണ്ട് ചെയ്തത് ഒന്ന് പുറമേലേക്ക് എത്തിക്കണ്ടേ, അങ്ങനെ കേട്ടോ. അപ്പോൾ അതിരിക്കും നല്ല ഇഷ്ടമായി. അതിരി ഓരോന്നെടുത്ത് നോക്കാണ്. അങ്ങനെ ഒരെണ്ണം മതിയായിരുന്നു, പക്ഷെ അതിരിക്ക് 3 കൊണ്ട് അപ്പോൾ അവനും സന്തോഷമായി. അങ്ങനെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഇതിൻ്റെ കമൻറ്റ് ചെയ്യണേ, എന്തെല്ലാമാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണേന്ന്, ഈ ക്രാഫ്റ്റുകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ പിന്നെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.